ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്റർ മയാമി സമനില വഴങ്ങിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിയുമായാണ് ഗോൾ രഹിത സമനില വഴങ്ങിയിട്ടുള്ളത്. മത്സരത്തിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആവേശഭരിതമായ ഒരു മത്സരം തന്നെയായിരുന്നു ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്റർ മയാമിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അൽ അഹ്ലിയുടെ നിരന്തരം ആക്രമണങ്ങളായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി ഇന്റർ മയാമി കൂടുതൽ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പർമാർ മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്റർ മയാമിയുടെ ക്യാപ്റ്റനായ മെസ്സി മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കണക്കുകൾ സോഫാ സ്കോർ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 5 ഷോട്ടുകൾ മെസ്സി ഉതിർത്തിട്ടുണ്ട്. അതിൽ 2 ടാർഗറ്റിലേക്കായിരുന്നു. അതുപോലെ തന്നെ 2 കീ പാസുകൾ, അതുപോലെ തന്നെ ആകെ 4 ഡ്രിബിളുകൾ നടത്തി. അതിൽ 3 സക്സസ് ആയി. ടീമിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ നടത്തിയ താരം അത് ലയണൽ മെസ്സിയാണ്. അതുപോലെ തന്നെ 18 ഡുവൽസ് നടത്തി 8 വിജയിച്ചു. ടീമിനകത്ത് ഏറ്റവും കൂടുതൽ ഡുവലുകൾ വിജയിച്ച താരവും മെസ്സി തന്നെയാണ്. അതുപോലെ തന്നെ 3 ഡിഫൻസീവ് ആക്ഷൻസ്, അതുപോലെ തന്നെ 3 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 8.1 ഇങ്ങനെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ അവസാനത്തിൽ മെസ്സിയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു മഴവിൽ അഴകുള്ള ഷോട്ടായിരുന്നു. പക്ഷേ അൽ അഹ്ലിയുടെ ഗോൾ കീപ്പർ അത് വളരെ പണിപ്പെട്ടുകൊണ്ടാണ് തട്ടി അകറ്റിയത്. അതല്ല എങ്കിൽ ഒരു മനോഹരമായ ഗോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഏതായാലും ഗോൾ രഹിത സമനിലയിലൂടെയാണ് ഇപ്പോൾ ഇന്റർ മയാമി ആദ്യ മത്സരത്തിൽ നിന്നും മടങ്ങുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.